വാക്കിയാൽ ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡ് നിർണയവും പ്രഖ്യാപനവും വളരെ പോസിറ്റീവായ ചില വശങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രൈം നമ്പർ 89 വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ എന്നാൽ വളരെ മൗലികമായ വിഷയത്തെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം. അതോടൊപ്പം തന്നെ താങ്കളുടെ ചിത്രമായാലും കനിക ടാക്കീസ് ആയാലും മറ്റൊരു പുതിയ ഭാവുകത്വം സിനിമയ്ക്ക് പുതിയ സംഭാവനകൾ അർപ്പിക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾ. അതിന് അവാർഡ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അർത്ഥത്തിൽ സിനിമ മാറുന്നു, യഥാർത്ഥ ന്യൂ ജനറേഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ കാലത്തും പുതിയ ജനറേഷൻ വരുന്നുണ്ട്, അവർ ഭാവുകത്വപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തായ സുദേവനോ നിർമ്മിച്ച ചിത്രങ്ങൾക്ക് പുരസ്കാരം കിട്ടുന്നതിൽ സന്തോഷമുണ്ട്, തീർച്ചയായും സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് ഡോക്ടർ ബിജുവിൻ്റെ ചിത്രം ഇവർ പരിഗണിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് വ്യക്തമല്ല. ഞാൻ ഡോക്ടർ ബിജുവിൻ്റെ പടം കണ്ടിട്ടുമില്ല, കാരണം അത് ഏറ്റവും പുതിയ ചിത്രമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡോക്ടർ ബിജുവിനെ പോലെ ഒരാൾ നിരന്തരം ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമയ്ക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഫൈറ്റ് ആ യുദ്ധം എന്ന് പറയുന്നത് ഒട്ടും ലഘുവല്ല എന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും നിലനിൽക്കുന്ന സ്ഥാപിത താല്പര്യങ്ങൾക്ക് കുറച്ചൊക്കെ വിഘാതം ഉണ്ടാക്കുകയും കുറച്ചൊക്കെ മാറി നടക്കുകയൊക്കെ ചെയ്തിട്ട് വേണം ഈ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ. ആ ചിത്രങ്ങളുമായുള്ള നിങ്ങളുടെ യാത്ര ഭയങ്കര ദുർഘടം നിറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചിത്രം ഉണ്ടാക്കുന്ന മനുഷ്യരെ നമുക്ക് വിട്ടുകളയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇത് തോന്നും. ഇപ്പം ജി പി രാമേന്ദ്രൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 85 സിനിമകളും കണ്ട ആളല്ല. കാരണം കഴിഞ്ഞ വർഷം മുഴുവൻ എൻ്റെ ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന കാരണം എനിക്ക് എല്ലാ സിനിമകളും കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സിനിമകൾ വിലയിരുത്തുന്നതിൽ പ്രത്യേകിച്ച് ഇത്രയേറെ വിഭാഗങ്ങളിൽ അവാർഡ് കൊടുക്കേണ്ട ഒരു ജൂറി വളരെ ശ്രദ്ധയോടെ തന്നെ കാണണം എന്ന് തന്നെയാണ് എൻ്റെയും അപേക്ഷിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഖേദകരമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേരെ അവർ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. താങ്കളെപ്പോലുള്ള നവാഗത സംവിധായകർക്ക് ഇത് നൽകുന്ന ഊർജം വളരെ വലുതായിരിക്കും അല്ലേ? തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമ ഇപ്പോഴും കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത മാസം അവസാനമോ അതിനടുത്ത മാസമോ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവാർഡുകൾ അടിസ്ഥാനപരമായും ചെയ്യുന്നത് ഇത് മനുഷ്യരിലേക്ക് വലിയ ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ പ്രചാരണത്തിനുള്ള സംവിധാനം ഇല്ലാത്ത ചിത്രങ്ങൾക്ക് ഇതൊരു വലിയ താങ്ങാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്താൻ സഹായിക്കും. അതാണ് എനിക്ക് ആത്യന്തികമായി ചലച്ചിത്ര മേള. ശ്രീ ബിജു, ജയറാമിൻ്റെ ഇന്നത്തെ ഒരു പ്രതികരണം അവാർഡ് കിട്ടിയ ശേഷം അദ്ദേഹം അവാർഡ് വിവരം പുറത്തു വന്ന ശേഷം പലപ്പോഴും അവാർഡുകൾ ലഭിച്ചതായി അറിയുകയും എന്നാൽ ഒടുവിൽ അവാർഡ് ഇല്ല എന്ന് അറിയുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു സ്ഥിരം സംഭവമായി ശീലമായി അദ്ദേഹത്തിന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവാർഡ് നിർണയത്തെക്കുറിച്ചുള്ള താങ്കളുടെ ഇന്നത്തെ ആരോപണത്തെക്കുറിച്ച് ചേർത്ത് വായിക്കുമ്പോൾ ജയറാമിൻ്റെ പ്രസ്താവന എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ അതിലേക്ക്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ജൂറിയുടെ ഒരു പൂർണ്ണമായ തീരുമാനമാണ് ഒരു അവാർഡ്. അത് നമ്മളൊരു അവാർഡിന് ഏത് സൃഷ്ടി കൊടുത്താലും അത് അംഗീകരിക്കുക എന്നുള്ളത് ഒരു സാമാന്യമായ ഒരു കീഴ്വഴക്കമാണ്. അതിൻ്റെ മറ്റു ചില കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും അതിൻ്റെ പ്രക്രിയകളിലുള്ള പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ മുമ്പ് എനിക്ക് വളരെ ദുഃഖം തോന്നി, ജി പി രാമേന്ദ്രനെ പോലെയുള്ള ഒരാൾ ഇത് ഇങ്ങനെ വളരെ നിരുത്തരവാദപരമായ ഒരു രീതിയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട്. ഒരു ജൂറിയായി തിരഞ്ഞെടുത്താൽ അയാളുടെ മുന്നിൽ വരുന്ന സിനിമകൾ കാണുക, വിലയിരുത്തുക എന്നുള്ളത് അയാളുടെ ജോലിയാണ്, അയാളുടെ കടമയാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് അയാൾ ജൂറി ആവുന്നത്, അല്ലെങ്കിൽ ജൂറി ആകേണ്ട കാര്യമില്ല. അത് ഇതിനകത്ത് അസാംസ്കാരികമായ സിനിമ ഏതാണ്, കലാപരമല്ലാത്ത സിനിമ ഏതാണെന്നുള്ളത് മുൻകൂട്ടി ഗണിച്ചറിയാൻ ഇവർ ഗണകന്മാരൊന്നുമല്ലല്ലോ. അത് കണ്ടു തന്നെയാണ് അറിയേണ്ടത്. അത് കാണാൻ ബാധ്യസ്ഥരായതുകൊണ്ടാണ് അവരെ ജൂറി ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 85 85, 105 105 ആ സിനിമകൾ കാണാൻ ബാധ്യസ്ഥരല്ലെങ്കിൽ അവരെ പണിയായിട്ടെടുക്കരുത്. അതങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അസാംസ്കാരികമായ സിനിമകൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സിനിമകൾ ഏതാണ് ഈ ബാക്കിയുള്ള സിനിമകളെന്ന് ആരാണ് നിശ്ചയിക്കുന്നത്? അതിനു മുമ്പ് ആരെങ്കിലും അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ അസാംസ്കാരിക സിനിമകളാണ്, ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കൂ, ഇതൊക്കെ നല്ല സംസ്കാരമുള്ള സിനിമകളാണ്, ഇതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി എന്നാരാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്? അതൊക്കെ കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്.
അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു വാദം മുഖം തന്നെ GP രാമചന്ദ്രനെ പോലെ പ്രമുഖനായ ഒരാൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ സിനിമയുടെ ചില അവസ്ഥകളിലേക്ക് നമുക്ക് കണക്കാക്കേണ്ടി വരും. അത് അവസരമായി GP രാമചന്ദ്രൻ ചർച്ചയുടെ ഒരു മാന്യത വെച്ച് താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരം കൂടി നൽകുകയാണ്. അവസാനമായി ഞാൻ ഡോക്ടർ ബിജുവിനോട് ചോദിക്കുന്നത്, ഡോക്ടർ ബിജു കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുൻപത്തെ വർഷമോ ദേശീയ ജൂറിയുടെ സൗത്ത് ഇന്ത്യൻ ഒരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട്, അതിൽ അംഗമായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ സത്യത്തിൽ ദേശീയ അവാർഡിലേക്ക് പോകുന്നതിന് ഇത്തരത്തിലുള്ള ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്നതാണ് ഓരോ 4 സ്ഥലത്ത് ഓരോ സ്ക്രീനിങ് കമ്മിറ്റി. ഈ സ്ക്രീനിങ് കമ്മിറ്റി തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ ദേശീയ അവാർഡ് ജൂറി കാണുന്നു എന്ന ഒരു രൂപം പിന്നീട് മാറ്റിയിട്ട് എല്ലാ ദേശീയ അവാർഡ് ജൂറി കാണാൻ തുടങ്ങി. പിന്നീട് അത് വീണ്ടും മാറ്റി ശ്രീ ഷാജിയൻ കരുണിൻ്റെ ഒരു കമ്മിറ്റി വന്നിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിനോട് സഹകരിച്ച ആളാണ് ഡോക്ടർ ബിജു. ഞാൻ ഒരിക്കലും വളരെ അപൂർവമായിട്ടാണ് ജൂറിയിൽ ഇരുന്നിട്ടുള്ളത്. ഞാൻ ജൂറിയിൽ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ തീരുമാനം എല്ലാ ചിത്രങ്ങളും ഞാൻ കാണും, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനിങ് ഈ സ്ക്രീനിങ്ങിനോട് സഹകരിക്കുകയും ആ സ്ക്രീനിങ് നടത്തിയിട്ട് അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള പല ചിത്രങ്ങളുടെയും ദേശീയ ജൂറിയുടെ മുൻപിലുള്ള സാധ്യത തന്നെ അടച്ചൊരാളാണ് ഡോക്ടർ ബിജു. അങ്ങനെ അടച്ചൊരാൾ ആണ് സത്യത്തിൽ ഈ പുറമേക്ക് വന്നിട്ട് മറ്റൊരു ഭാഷ്യം പറയുകയാണ്. അപ്പം ഞാനിത് പറഞ്ഞത് സത്യത്തിൽ അത്തരത്തിലുള്ളൊരു സൗകര്യപരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ തെളിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എനിക്ക് അവാർഡ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്ന രൂപത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്. അല്ലാതെ ചിത്രം ആണ് ഇവർ. അല്ല, അത് അദ്ദേഹം ഇങ്ങനെ അമാന്യമായ തരത്തിൽ ഒരു അപവാദം പറയുമ്പോൾ അദ്ദേഹം അത് തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം കഴിഞ്ഞ തവണ ദേശീയ അവാർഡ് ജൂറിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് അവാർഡ് കിട്ടിയ വർഷമാണ്. അന്ന് 83 സിനിമകൾ, 83 എൻ്റെ ഓർമ്മ, 83 സിനിമകൾ പൂർണ്ണമായും കണ്ട് വിലയിരുത്തിയ ഒരു ജൂറിയാണ്. സാധു മെഹർ ചെയർമാനായിട്ട് 83 സിനിമകളും പൂർണ്ണമായും മുഴുവനായും കണ്ട ഒരു ജൂറിയാണ് ഞങ്ങളുടേത്, 5 അംഗ കമ്മിറ്റി. അത് ഡൽഹിയിൽ തന്നെയാണ് ആ സ്ക്രീനിങ് നടന്നിട്ടുള്ളതും. ശ്രീ GP രാമചന്ദ്രൻ അത്തരത്തിലുള്ള ഒരു അപവാദം പറയുന്നത് വളരെ ഞാൻ ജീവിതത്തിൽ വളരെ സത്യസന്ധമായും വ്യവസ്ഥാപിതമായ കാര്യങ്ങളിൽ ആരുടെ പക്ഷം പിടിക്കാത്ത ഒരാളുമാണ്. തെറ്റെന്നുള്ളത് തെറ്റെന്ന് പറയും. താങ്കളെപ്പോലെ ഏതെങ്കിലും ഒരു പക്ഷത്തോട് മാത്രം ചേർന്ന് നടക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിൽ താങ്കൾ കൃത്യമായും അത് തെളിയിച്ചേ പറ്റൂ. റൈറ്റ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട വിവാദവും പോസിറ്റീവുമാണ് ഇന്ന് ന്യൂസ് മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്ത് അതിഥികളായി എത്തിയ ശ്രീ GP രാമചന്ദ്രൻ, സിനിമാ നിരൂപകൻ, ഡോക്ടർ ബിജു, സംവിധായകൻ, കനിക ടാക്കീസിൻ്റെ സംവിധായകനും നവാഗത സംവിധായകനുള്ള അവാർഡും നേടിയ KR മനോജ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അതിഥികൾക്ക് നന്ദി. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.